സ്നേഹരാഗം ഭാഗം 20. ദേഷ്യം കലർന്ന മുഖത്തോടെ അകത്തേക്ക് കയറിയ അർജുനെ അവൾ അനിഷ്ടത്തോടെ ഒന്ന് നോക്കി. ആര് പറഞ്ഞാലും വേണ്ടില്ല, ഒട്ടും മടികൂടാതെ അവൾ പറഞ്ഞു. കല്യാണം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് എൻ്റേതായ കാരണങ്ങളും എനിക്കുണ്ട്. അച്ഛനും അമ്മയ്ക്കുമായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞു കാണാൻ ആഗ്രഹം. അവർ ഒരുപാട് നിർബന്ധിച്ചാണ് ഞാൻ പെണ്ണ് കാണാൻ പോയത്. അവർ ആരെ വിവാഹം കഴിക്കാൻ പറഞ്ഞാലും എനിക്കത് സമ്മതമായിരുന്നു. എനിക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി മാത്രം, അവൻ പറഞ്ഞു. അങ്ങനെയാണ് അച്ഛൻ നിന്നെ കണ്ടെത്തിയതും അച്ഛൻ്റെ ഇഷ്ടത്തിന് ഞാൻ സമ്മതിച്ചതും. അമ്മയ്ക്ക് ബാധ്യതകൾ ഏറ്റെടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായോ നീ എങ്ങനെയാ എൻ്റെ തലയിലായത് എന്ന് ധാർഷ്ട്യത്തോടെ അവൻ പറഞ്ഞു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്തെങ്കിലും പറഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് ഓർമ്മ വേണം, ചന്ദ്രൻ അർജുനെ ഓർമ്മപ്പെടുത്തി. ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. അത് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നിനക്ക് ഖേദിക്കേണ്ടി വരും, താക്കീതോടെ ചന്ദ്രൻ പറഞ്ഞു. അച്ഛൻ അധികം സംസാരിക്കണ്ട. ഓഫീസിലെ MD അടക്കം ഇവളുടെ കയ്യിലാ. നിന്റെ ഭാര്യയെക്കുറിച്ചാണ് നീ ഇതൊക്കെ പറയുന്നത് എന്ന വിചാരം നിനക്കുണ്ടോ? ഇവളായതുകൊണ്ട് നിന്റെ സ്വഭാവത്തിന് ഒത്തുചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു, ചന്ദ്രൻ പറഞ്ഞു. ഇവൾ ജോലിക്ക് പോകുന്നത് പോലും അവളുടെ ഇഷ്ടത്തിന് നടക്കാനാണ് അച്ഛാ. ഇവൾ നമുക്ക് തന്നെ നാണക്കേടുണ്ടാക്കി വയ്ക്കും, അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞു. നീ ഈ പറയുന്ന വാക്കുകൾ ആലോചിച്ച് നിനക്ക് സങ്കടപ്പെടേണ്ടി വരും, ഓർത്തോ. ഞാൻ കാരണം ഈ കുടുംബത്തിന് ചീത്തപ്പേര് വന്നുപോയി എന്ന് കരുതണ്ട അച്ഛാ. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഇനി തിരിച്ചു വരില്ല, അവൾ പറഞ്ഞു. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും അർജുനേട്ടന് ഒരു പ്രശ്നവുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഞാനിവിടെ ഉണ്ടെന്ന വിചാരം അർജുനേട്ടനില്ല. അവന് ആ വിചാരം ഇല്ലെന്ന കാര്യം നീ മുതലാക്കുന്നുണ്ടല്ലോ. പ്രകമ്പനം കൊള്ളുന്ന ശബ്ദവുമായി പ്രഭാവതി അകത്തേക്ക് കയറി വന്നു. ഈ വീട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ പിന്നെയുള്ള കാര്യം പറയണോ, പ്രഭാവതി ഉച്ചത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് നീ ആരെയെങ്കിലും വീട്ടിൽ വിളിച്ചു കയറ്റില്ലെന്ന് എന്താ ഉറപ്പ്? അത് കേട്ടപ്പോൾ ചന്ദ്രൻ ഉറക്കെ, പ്രഭേ നിർത്ത് നിന്റെ അധിക പ്രസംഗം എന്ന് ആജ്ഞാപന സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്നെ ഒരു വേലക്കാരിയായാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. എന്തായാലും ഇനി അതും വേണ്ട, ഞാൻ പോവുകയാണ്. നന്ദനയുടെ വാക്കുകൾക്ക് മൂർച്ചയേറിയിരുന്നു. ഈ സമയത്ത് ഈ പടിയിറങ്ങിപ്പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരികെ വരാമെന്ന് നീ വ്യാമോഹിക്കണ്ട, പരിഹാസസ്വരത്തിൽ പ്രഭാവതി പറഞ്ഞു. ഇല്ല, അത് പേടിക്കണ്ട. ഇനി ഇങ്ങോട്ട് വരാൻ കഴിയരുത് എന്ന് നന്നായി പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഡിവോഴ്സിന് വേണ്ടിയുള്ള ജോയിന്റ് പെറ്റീഷനിൽ ഒരുമിച്ച് സൈൻ ചെയ്യാം. അതും കൂടി മകനോട് പറഞ്ഞേക്ക്, അവൾ ഇച്ഛാശക്തിയോടെ പറഞ്ഞു. ഞാൻ ഇറങ്ങാണച്ഛാ. ഈ വീട്ടിൽ അച്ഛനോട് മാത്രമാണ് എനിക്ക് യാത്ര പറയാനുള്ളത്. അവൾ അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഇടറി. ചന്ദ്രന് എന്ത് പറയണം എന്നറിയാതെയായി. നന്ദന പുറത്തേക്കിറങ്ങിയപ്പോൾ അയാൾ പ്രഭാവതിയുടെ നേരെ തിരിഞ്ഞു. നീ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് തന്നെ വാശി പിടിച്ച് നടത്തിയത് നിന്റെയും നിന്റെ മോൻ്റെയും സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. ബാധ്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാവുമ്പോൾ അവൾ ഇവിടെ അടങ്ങിയൊതുങ്ങി നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ മോന് അങ്ങനെ ഒരു ഭാര്യ ഇവിടെ ഉണ്ടെന്ന വിചാരം പോലുമില്ല. നന്ദനയായതുകൊണ്ട് അവൻ്റെ അഹമ്മതിയൊക്കെ നടക്കുന്നത്. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ചന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാവതി മിഴിച്ചു നിന്നുപോയി. നന്ദന ഹാളിലെത്തിയപ്പോൾ അവിടെ അനിതയും നീതുവും ഉണ്ടായിരുന്നു. നന്ദന പൂജയെ ഒന്ന് നോക്കി. അവൾ ഇവമോളുമായി ഹാളിൻ്റെ മൂലയിൽ പോയി നിൽപ്പുണ്ട്. നന്ദന പൂജയുടെ അടുത്തെത്തി. ഏട്ടത്തി ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും നെഞ്ചിലേറ്റിയാണ് ഈ വീടിൻ്റെ പടി കടന്ന് വന്നത്. എന്നാൽ എല്ലാം ഇങ്ങനെയായി തിരികെ പോകാനാണ് വിധി മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വഴക്ക് പറയാനോ ഇല്ല. നിന്നോടും ചില സമയങ്ങളിൽ അനിഷ്ടമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എനിക്ക് നിന്നോട് ഒരനിഷ്ടവും വിദ്വേഷവുമില്ല. ഏട്ടത്തി ഇറങ്ങട്ടെ, അവൾ ഒട്ടും കണ്ണീരില്ലാതെ പൂജയോട് പറഞ്ഞു. പൂജ ഏട്ടത്തി എന്നും വിളിച്ച് കരഞ്ഞു. ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഏട്ടൻ്റെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാലോ. ഏട്ടത്തി പോകരുത്, ഏട്ടന് എല്ലാം മനസ്സിലാവും, പൂജ പറഞ്ഞപ്പോൾ നന്ദന ഒന്ന് പുഞ്ചിരിച്ചു. ഇനി ആര് പറഞ്ഞിട്ടും അവൾ കേൾക്കില്ലെന്ന് പൂജയ്ക്ക് മനസ്സിലായി. ഇവമോളെ ഒന്ന് നോക്കി. ആ കവിളിൽ ഒരു മുത്തം വെക്കുമ്പോൾ മാത്രം നന്ദന ഒന്ന് തേങ്ങി. അവളുടെ ഹൃദയം വിങ്ങി. ഇവമോൾക്ക് ഒന്നും മനസ്സിലായില്ല. അവളും നന്ദനയ്ക്ക് ഒരു ഉമ്മ നൽകി. നന്ദനയുടെ കണ്ണിൽ നിന്നും എല്ലാ കാഴ്ചയെയും അന്നേരം കണ്ണീർ മായ്ച്ചു കളഞ്ഞിരുന്നു. അവൾ വേഗം തിരിഞ്ഞു നടന്നു. അവളുടെ മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരുന്നു.
ഗേറ്റ് കടക്കുമ്പോൾ അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. പ്രൗഢിയോടെ നിൽക്കുന്ന മേപ്പാട് തറവാട് തന്നെ യാത്രയാക്കാനെന്ന വണ്ണം തല ഉയർത്തി നിൽക്കുന്നു. താൻ അവിടേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന നിമിഷം മുതൽ പിന്നീടങ്ങോട്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ആ ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞില്ല. അവിടെ ഉറച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു. അനിത ഓട്ടോ വിളിച്ചാണ് വന്നിരുന്നത്. ഓട്ടോ മടക്കി വിട്ടിരുന്നില്ല. നടക്കുന്നതിനിടയിൽ നീതുമോൾ ബാഗ് നന്ദനയുടെ കയ്യിൽ നിന്നും വാങ്ങി. ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നന്ദനയുടെ മനസ്സ് കലുഷിതമായിരുന്നു. താനാ വീട്ടിൽ നിന്നും പോരുന്നതിൽ ആർക്കും സങ്കടമില്ല എന്നവൾക്ക് മനസ്സിലായി. കയറു ചേച്ചി, നീതുമോൾ പറഞ്ഞപ്പോൾ അവൾ ചെറുതായൊന്ന് നടുങ്ങി. പിന്നെ യാന്ത്രികമായി ഓട്ടോയിലേക്ക് കയറി. വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ നന്ദനയുടെ മനസ്സ് കലങ്ങിമറിയുകയായിരുന്നു. ചേച്ചിക്ക് നല്ല വിഷമമുണ്ടെന്ന് നീതുമോൾക്ക് മനസ്സിലായി. ചേച്ചി വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെ ആകണമെന്നാവും വിധി. എന്തായാലും ഇനിയൊരു തീരുമാനമെടുത്തിട്ട് മതി അങ്ങോട്ട് പോണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ചേച്ചി സമാധാനമായിരിക്ക്. നീതുമോൾ പറഞ്ഞപ്പോൾ നന്ദന മറുപടിയൊന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അനിത ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. താൻ കൂടെ വന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് അവൾ മനസ്സിലോർത്തു. അനിത പക്ഷേ തൻ്റെ മകളുടെ ഭാവി ഇനി എന്താകും എന്ന ചിന്തയിലായിരുന്നു. അവളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അനിതയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇനി ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന സമാധാനമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നന്ദന ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയതുപോലെ അവർക്ക് തോന്നി. പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അനിത ബാക്കിലേക്ക് തല ചായ്ച്ചു. ചെറുതായൊരു മയക്കമുണ്ടായിരുന്നു അവരുടെ കണ്ണിൽ. ഓട്ടോ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അനിത മയക്കം വിട്ട് എണീറ്റു. നീതുമോൾ ആദ്യം ഇറങ്ങി ബാഗ് താഴെ വെച്ചു. പിന്നാലെ നന്ദനയും അനിതയും ഇറങ്ങി. പേഴ്സ് തുറന്ന് അനിത ഓട്ടോക്കാരന് കാശെടുത്തു കൊടുത്തു. എത്രയാ? അനിത ചോദിച്ചു. 450 അയാൾ പറഞ്ഞു. ഇത്രയൊന്നും കൊടുക്കാറില്ലല്ലോ ഞങ്ങൾ, ഇത് ഇത്തിരി കൂടുതലാണ് അനിത പറഞ്ഞു. വെയിറ്റിംഗ് ചാർജും കൂടി കൂട്ടിയാ ചേച്ചി, അയാൾ പറഞ്ഞു. എന്നാൽ തന്നെ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അയാൾ കാശ് വാങ്ങുമ്പോൾ പിറുപിറുത്തു. ആ അനിലാണെങ്കിൽ ഇത്രയൊന്നും വാങ്ങിക്കില്ല, ഇനി ഇവനെ വിളിക്കില്ല അനിത പറഞ്ഞു. ഈ അമ്മയുടെ ഒരു കാര്യം, 450 അത്ര കൂടുതലൊന്നുമല്ല അനിതയുടെ പറച്ചിൽ കേട്ട് നീതുമോൾ പറഞ്ഞു. നിനക്കത് പറയാം, നുള്ളിയും പെറുക്കി ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ വെറുതെ കളയാനൊന്നുമല്ല. വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ അനിത പറഞ്ഞു. അമ്മ താനുള്ളതുകൊണ്ടാണോ ഇങ്ങനെ അല്പത്തരം പറയുന്നത് എന്ന് നന്ദനയ്ക്ക് തോന്നി. താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അനിത അടുക്കളയിലേക്ക് പോയി. അമ്മ എന്ത് പറഞ്ഞാലും കാര്യമാക്കണ്ട, അമ്മയുടെ സങ്കടം ഇങ്ങനെ പറഞ്ഞു തീർത്തോട്ടെ. ചേച്ചി ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ, അപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം നീതുമോൾ പറഞ്ഞപ്പോൾ ബാഗുമെടുത്ത് നന്ദന മുറിയിലേക്ക് പോയി. റൂമിനകത്തേക്ക് കയറി വാതിലടച്ചപ്പോൾ അതുവരെ പിടിച്ചു നിന്നിരുന്ന സങ്കടമെല്ലാം അണപൊട്ടിയൊഴുകി. അവൾ കൈക്കുള്ളിൽ തലവെച്ച് ബെഡിലിരുന്നു. ഇനി എന്താകും തൻ്റെ ഭാവി എന്നവൾ ആലോചിച്ചു. ഇതിങ്ങനെ അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. എല്ലാം അവസാനിപ്പിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഇനി അങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നവൾ ഉറപ്പിച്ചു. മെല്ലെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഒരുപാട് നേരം ഷവറിനിടയിൽ നിന്നു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം ആ വെള്ളത്തുള്ളിയിലൂടെ ഒലിച്ചുപോയി എന്നവൾ മനസ്സിൽ പറഞ്ഞു. ചേച്ചി, വാതിൽ തുറന്നേ, കഴിഞ്ഞില്ലേ? നീതുമോൾ വാതിൽക്കൽ തട്ടി വിളിച്ചു. എന്തിനാ ഇത് കുറ്റിയിട്ടത്? ചാരിയാൽ മതിയായിരുന്നല്ലോ. പുറത്തു നിന്നും അവൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും നന്ദന വന്ന് വാതിൽ തുറന്നു. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ. വന്ന് ചായയെങ്കിലും കുടിക്ക്. ദാ ഇപ്പോൾ വരാം. ചെറിയൊരു മൂളലിലൂടെ നന്ദന പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ, ഞാൻ ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് കഴിച്ചിട്ടാ അങ്ങോട്ട് വന്നത് നീതു ചിരിയോടെ പറഞ്ഞു. നന്ദന ഫോണെടുത്ത് നോക്കിയപ്പോൾ സമയം 4 മണിയൊക്കെ കഴിഞ്ഞുവെന്ന് അപ്പോഴാണ് അവൾക്ക് തോന്നിയത്. നന്ദന എത്തുമ്പോൾ നീതു ചായ കുടിക്കാൻ റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇവിടെ നിന്നും ജോലിക്ക് പോകാമല്ലോ. ബുക്സും സർട്ടിഫിക്കറ്റുമെല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നീതുമോൾ ചോദിച്ചു. ഉവ്വ് മോളെ, നന്ദന പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇനിയെങ്കിലും ചേച്ചി ഇത്തിരി ധൈര്യം കാണിക്കണം എല്ലാ കാര്യത്തിനും. ചേച്ചി പാവമാണെന്ന് അർജുനേട്ടനും ആ തള്ളയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെയല്ല എന്ന് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം.
അവരുടെ മുന്നിൽ നന്നായി ജീവിക്കണം. നീതു ഉപദേശിച്ചു തനിക്ക് നല്ല ശീലമുണ്ടെന്ന് വീണ്ടും തെളിയിച്ചു. അവളുടെ ഉപദേശത്തിലും തെല്ല് കാര്യമുണ്ടെന്ന് നന്ദനയ്ക്ക് തോന്നി. നീ ഓരോന്ന് പറഞ്ഞ് അവളെ ചീത്തയാക്കാൻ നിൽക്കാതെ ചായ കുടിച്ച് പോയി പഠിക്ക്, അനിത അവളോട് കൽപ്പിച്ചു. അതോടെ നന്ദന ചായ കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചായ കുടി പകുതിയായപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഇനി ആരാണാവോ, അനിത പറഞ്ഞു. അമ്മ ഇരിക്ക്, ഞാൻ നോക്കാം, പറഞ്ഞുകൊണ്ട് നീതു ക്ലാസ്സിൽ നിന്നും വേഗം ചായ കുടിച്ച് എണീറ്റു. അവൾ വാതിലിനരികിൽ എത്തിയതും വീണ്ടും ബെൽ മുഴങ്ങി. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ദേവൻ നിൽക്കുന്നു. അമ്മേ, ചേച്ചി, ദേവേട്ടൻ വന്നിരിക്കുന്നു, അവൾ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദനയുടെ മനസ്സിൽ ഒരു പെരുമ്പറ മുഴങ്ങി. അവളുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. അവൾക്ക് തന്നെ ദേവേട്ടൻ വിളിക്കരുതേ എന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീതുവിൻ്റെ വിളി വന്നു. ചേച്ചി, ദേവേട്ടന് ചേച്ചിയെ ഒന്ന് കാണണമത്രേ, ഇതാ വിളിക്കുന്നു. അത് പറഞ്ഞപ്പോഴേക്കും നീതുമോൾ അകത്തേക്ക് വന്നു. നന്ദനയ്ക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെയായി. അവൾ അവിടെ തന്നെ ഇരുന്നു. നീതുമോളെ ഒന്ന് നോക്കി. എന്തിനാണ് തന്നെ വിളിച്ചതെന്ന മട്ടിൽ. ദേവൻ വന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.